മാന്യ പ്രേക്ഷകർക്ക് ടേസ്റ്റ് ടൈമിലേക്ക് സ്വാഗതം. ഞാനിപ്പോൾ നിൽക്കുന്നത് MC റോഡിലാണ്. MC റോഡ് എന്ന് പറയുമ്പോൾ തിരുവനന്തപുരത്ത് നിന്ന് കൊട്ടാരക്കര പോകുന്ന റോഡ്. ഇവിടെ നിലമേൽ കഴിഞ്ഞാൽ ചടയമംഗലം. ഈ ഒരു ഭാഗത്ത് ഒരു പ്രത്യേകമായ സ്ഥലമുണ്ട്. അത് മറ്റൊന്നുമല്ല, ജടായുപ്പാറ ആണ്. കാരണം ഒരുപാട് ഐതിഹ്യങ്ങളുള്ള ഈ ജടായുപ്പാറയുടെ ഐതിഹ്യം എന്താണെന്ന് നമുക്ക് നാട്ടുകാരിൽ നിന്ന് തന്നെ തിരിച്ചറിയാം. ചേട്ടാ പേരെന്താണ്? തുളസീധരൻ. അപ്പോൾ തുളസീധരൻ ചേട്ടാ, ഇവിടെ ഈ ജടായുപ്പാറയ്ക്ക് ഈ ജടായുപ്പാറ എന്നുള്ള പേര് വരാൻ കാരണം എന്താ? പണ്ട് ശ്രീരാമന്റെ ഭാര്യ സീതയെ രാവണൻ അപഹരിച്ചുകൊണ്ട് പോയ വഴിക്ക് ജടായു എന്നൊരു പക്ഷി ഈ പാറയുടെ മുകളിൽ വെച്ച് രാവണനുമായിട്ട് ഏറ്റുമുട്ടുകയും ആ ഏറ്റുമുട്ടലിൽ പിന്നെ രാവണൻ വാൾ വെച്ച് വെട്ടുകയും ഈ പക്ഷി ചിറകറ്റ് താഴെ വീഴുകയും അതിനുശേഷം ഇത് വെള്ളം കുടിക്കുന്നതിന് വേണ്ടിയിട്ട് കൊക്കിട്ട് വരയ്ക്കുകയും ചെയ്തു. ആ ഒരു പാട്ടിനൊരു വലിയ കുളം ഇവിടെ കാണുന്നുണ്ട്. ആ കുളത്തിൻ്റെ ഒരു 10 മീറ്റർ അകലെ വെച്ചിട്ട് ശ്രീരാമൻ അതിനുശേഷം വന്ന് ശ്രീരാമൻ അമ്പെയ്തായിട്ട് ഒരു കാൽപാദം മുട്ടുകുത്തി നിന്നിട്ടുള്ള അതും അതിനകത്തുണ്ട്. അങ്ങനെ ആ പക്ഷി അവിടെ മരിച്ചതിന് അതിനെ അടക്കം ചെയ്തതെന്ന് പറഞ്ഞാൽ ഈ കുഴി എന്നാണ് ഐതിഹ്യം പറയുന്നത്. ഈ ഐതിഹ്യത്തിൽ അതിനാ വെള്ളം ഒരു സമയം വറ്റാറില്ല. വറ്റാറില്ല. അപ്പോൾ എന്തായാലും ഐതിഹ്യം കേട്ട് കഴിഞ്ഞു. ഇനി കാഴ്ചകൾ കാണാനുള്ള സമയമാണ്. നമുക്കത് കണ്ടറിയാം. ജടായുമംഗലം എന്ന മനോഹരമായ സ്ഥലത്താണ് നിൽക്കുന്നത്. കാരണം എപ്പോഴും പ്രകൃതി ഭംഗി കൊണ്ട് നിറഞ്ഞതാണ് കേരളം. പിന്നെ ദൈവത്തിൻ്റെ സ്വന്തം നാട്. ദൈവത്തിൻ്റെ സ്വന്തം നാട് എന്ന് പറയുമ്പോൾ നമുക്ക് ഇവിടെ പ്രത്യേകിച്ച് പറയേണ്ടത് ഇവിടെ ത്രേതായുഗത്തിൽ ശ്രീരാമൻ്റെ തന്നെ ഒരുപാട് ഐതിഹ്യങ്ങളുള്ള, കാരണം ജടായുവിനെ എല്ലാം സംബന്ധിക്കുന്ന ശ്രീരാമൻ്റെ കാൽപ്പാടുകളുള്ള ഒരുപാട് ഐതിഹ്യങ്ങളെല്ലാം നിങ്ങൾ നേരത്തെ കേട്ടാണ്. ഐതിഹ്യങ്ങളെല്ലാം ഉള്ള ഒരു സ്ഥലം കൂടിയാണിത്. അപ്പോൾ ഇവിടുത്തെ കാഴ്ചകൾ എന്തായാലും പറഞ്ഞറിയിക്കാൻ വയ്യ. ഇവിടെ വന്ന് കണ്ടാൽ തന്നെ മാത്രമേ നിങ്ങൾക്ക് മനസ്സിലാവൂ. ഒപ്പം മനോഹരമായ കുളിർമയേകുന്ന കാറ്റും. നമുക്ക് ഇനിയും കാഴ്ചകൾ കാണാം. ജടായുപ്പാറയുടെ ഒത്ത മുകളിലാണ് ഞാനിപ്പോൾ നിൽക്കുന്നത്. ഇവിടെ ഒരു ശ്രീരാമ ക്ഷേത്രമുണ്ട്. ഇതിന് പിറകിലായിട്ട് ഒരു ജടായു ക്ഷേത്രവും പണിയെടുപ്പിച്ചുകൊണ്ടിരിക്കുകയാണ്. കാരണം ഇവിടുത്തെ കാഴ്ചകൾ പറഞ്ഞ് അറിയിക്കാൻ വേണ്ടി പറ്റത്തില്ല. ഓരോരുത്തരും ഇവിടെ വന്ന് ഈ ഒരു മുഹൂർത്തം ആസ്വദിക്കേണ്ടതാണ്. കാരണം ഇവിടെ കുളിർമയേകുന്ന കാറ്റുണ്ട്. ഒപ്പം ഈ ചരിത്രമുറങ്ങുന്ന മണ്ണിൽ നമുക്കെല്ലാം തന്നെ അറിയാം. കൊച്ചുകുട്ടികൾ മുതൽ മുതിർന്നവർക്ക് വരെ അറിയാവുന്ന കാര്യമാണ് രാമായണത്തിന്റെ എല്ലാ കാര്യം. ചരിത്രമുറങ്ങുന്ന ഈ മണ്ണിൽ വന്ന് നിങ്ങളും കാഴ്ചകൾ കാണുക. ഒപ്പം ഞാൻ താഴോട്ടിറങ്ങുകയാണ്. താഴോട്ടിറങ്ങുന്നതോടെ ഇന്നത്തെ ടേസ്റ്റ് ടൈമിലെ വിഭവം ഏതാണെന്ന് അറിയാൻ വേണ്ടി നിങ്ങൾ എന്തായാലും ആകാംക്ഷയോടെ കാത്തിരിക്കുന്നതായിരിക്കും. എന്തായാലും ചടയമംഗലത്തിലേക്കാണ് ഞാൻ പോകുന്നത്. നിങ്ങളേവരെയും എൻ്റെ യാത്രയിലേക്ക് സ്വാഗതം ചെയ്തുകൊള്ളുന്നു.